ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എടപ്പള്ളി പള്ളിയിലേക്കാണ്. എടപ്പള്ളി പള്ളിയിലെ വിശേഷങ്ങളും പെരുന്നാളും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ എല്ലാവരും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളി പള്ളിയിലാണ്. എടപ്പള്ളി പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞതിന് ശേഷം പള്ളി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന്, പിന്നെ എടപ്പള്ളി പള്ളിയുടെ കുറച്ച് ചരിത്രങ്ങൾ കൂടി പറയാൻ വേണ്ടി വന്നേക്കുകയാണ്. കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പള്ളി. 14 നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ് ഇവിടം. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് എടപ്പള്ളി പള്ളി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഗീവർഗീസ് രക്തസാക്ഷിത്വം വഹിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് എടപ്പള്ളി പള്ളി സ്ഥാപിതമായത്. ഇന്നത്തെ രീതിക്ക് വിപരീതമായി കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളി സ്ഥാപിതമായത് 592 AD 592 എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഈ പള്ളിക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയുമായിട്ടുള്ള പള്ളികളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പണിത പള്ളി ഒരു ചെറിയ പള്ളി അവിടെ സൈഡിൽ കാണാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പള്ളി നടുക്ക് കാണുന്ന, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പണിതേക്കണ ഇത് ന്യൂ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പുതിയ ഒരു ആർക്കിടെക്ചർ രീതിയിൽ പണിതേക്കണ പതിയെ പഴയ ബസിലിക്ക രീതിയിലല്ലാതെ അല്ലെങ്കിൽ ഗോത്തിക് രീതിയിലൊന്നും അല്ലാത്ത പണിതേക്കുന്ന ഒരു ഗംഭീര ഒരു പള്ളി തന്നെ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ 3 പള്ളികളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ കോഴികളിൽ ഈ കോഴികളെ ഇവിടുന്ന് നേർച്ചക്ക് എന്താ പറയുക ലേലം വിളിച്ചതിന് ശേഷം ഇവിടെ തന്നെ ഒരു കോമ്പൗണ്ടിൽ കറി വെച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു നേർച്ചയുണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലും അങ്കമാലി അല്ലെങ്കിൽ കോട്ടയം, എടപ്പള്ളി പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരെ വരാറുണ്ട്. ഇവിടെ വന്നിട്ട് ഈ കോഴിയെ ഇവിടുന്ന് ലേലം വിളിച്ച് നേർച്ച കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഇത് പുണ്യാളനൊരു സ്പെഷ്യൽ എന്താ പറയുക നേർച്ച എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ആ കോഴിയുടെ ഒച്ച കേൾക്കുന്നില്ല. കാരണം ഈ സർപ്പങ്ങളുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ വിശ്വാസങ്ങൾ കിടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന കോഴികളെ ചിലപ്പോൾ പാമ്പൊക്കെ വന്ന് പിടിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട് വീട്ടിലുള്ള ആളുകൾ നേർച്ച നേരും പാമ്പ് പിടിക്കാതിരിക്കാനൊക്കെ ഉണ്ട്. പുണ്യാളൻ അത് എന്താ പറയുക ചെയ്യും എന്നാണ് വിശ്വാസം. വിശ്വാസമല്ലാതെ അങ്ങനെ നടക്കാറുണ്ടെന്ന് ആളുകൾ പറയുന്നു. ചില കോഴികൾ മുട്ടയിട്ട് സർപ്പത്തിൻ്റെ മുകളിൽ ചിഹ്നം ഉണ്ടാകാറുണ്ട് എന്ന് ആൾക്കാർ പറയാറുണ്ട്. അത് കേട്ടേക്കണ കഥകളിൽ നിന്ന് കേട്ടേക്കണതാണ് കേട്ടോ. ഇതൊക്കെ വിശ്വാസങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ നേർച്ച എന്ന് പറയുന്നത്. നാടൻ കോഴീനെ കറി വെച്ച് തിന്നുക എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഈ എടപ്പള്ളി പള്ളിയുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കിണറാണ്. ഇതിലെ വെള്ളം വറ്റി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതും ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ വേണ്ടി. പലരും ഇവിടെ നേർച്ചയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് ഒന്ന് തലയിൽ ഒന്ന് തളിച്ചിട്ടൊക്കെയാണ്. കാരണം വീട്ടിൽ പിശാച് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്ക് അത് പോകും എന്നുള്ള രീതിയിൽ ചിലർ ഈ വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഗിംബലൊക്കെ വേണം. പെരുന്നാൾ ആയതുകൊണ്ട് എൻ്റെ കൂടെ ഇന്ന് ഈ പ്രാവശ്യം വന്നേക്കുന്നത് ശ്രീനി ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ, കാരിക്കേച്ചർ ആർട്ടിസ്റ്റാണ്. കല്യാണത്തിനും വെഡ്ഡിങ് സെറമണീസിനും ഒക്കെ കാരിക്കേച്ചർ ചെയ്യുന്നൊരു കൂട്ടുകാരനാണ്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഞാൻ കമൻറ്റിൽ ആഡ് ചെയ്യാം. ഈ മനുഷ്യനെ നോക്കിയേ, ഇയാൾ ആ ബലൂണിന് കാറ്റ്. ഞാനും ചോദിച്ചിട്ട് വീഡിയോ എടുത്തിട്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി സമ്മതിച്ചു. ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. ഒരു സ്പെഷ്യൽ കളിപ്പാട്ടം ശ്രീനി കണ്ടുപിടിച്ചതാണ് അതേ ഈ കാണുന്ന സാധനം. അവിടെ അതിന് വാലിന് പിടിച്ച് നിൽക്കുമ്പോൾ ചെവി ഇങ്ങനെ കിടന്ന് ആടും. സംതിങ് ഭയങ്കര രസമായിട്ട് തോന്നിയാണ്. കുറേ ആളുകൾ അവിടെ കരിമ്പ് ചെത്തി വിൽക്കുന്നുണ്ട്. ഇവിടുന്ന് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. പണ്ട് കാലത്ത് ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ ഇവിടുന്ന് കരിമ്പ് ജ്യൂസ്
എടപ്പള്ളിപ്പള്ളിയോട്ട് വല്ല തന്നെ കളിപ്പാട്ടങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ്. പള്ളി രാജവംശത്തിന്റെ അമ്മയുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഡാഡിയുടെ ഫാമിലി ഇവിടെ വീട്ടിലൊക്കെ പ്രഷർ ചെയ്തെന്ന് വെച്ചാൽ ഓണം കളിപ്പാട്ടം ഉണ്ട്. കാരണം ഈ ഏരിയയിൽ വരുന്നതിൽ ഏറ്റവും വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് എടപ്പള്ളിപ്പള്ളിയാണ്. ഈ സന്തോഷ് കുളങ്ങരൊക്കെ എങ്ങനെ ക്ഷയിക്കാതെ പിടിച്ചത് പണ്ട് അതും അത്രയും ക്യാമറ ഉണ്ടല്ലേ. പെരുന്നാൾ തുടങ്ങിയ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇപ്പോഴാണ് പള്ളിക്കകത്ത് മാത്രം ഈ സാധനങ്ങൾ വന്ന് നിൽക്കുന്നത്. പണ്ട് പള്ളിക്കകത്തും പുറത്തും ഒക്കെ കച്ചവടക്കാരായിരിക്കും, മരത്തിന്റെ കച്ചവടക്കാർ, പല രീതിയിൽ അവിടെ കിട്ടാത്ത ഒന്നും ഇല്ലെന്ന് പറയാം. ഇവര് പാലക്കാട് നിന്ന് വന്ന സ്പെഷ്യൽ കത്തിയാണെന്നാണ് പറയുന്നത്. ശ്രീനി ചോദിക്കുന്നുണ്ട് പാലക്കാട് കത്തിക്കുന്ന പ്രത്യേകത. ശ്രീനി കുറച്ച് നേരത്തേക്ക് എൻ്റെ ജോലി ശ്രീനിനെ ഞാൻ ഏൽപ്പിക്കണേ, ശ്രീനി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. കത്തിയൊക്കെ കൊള്ളാട്ടോ, രസമുണ്ട്. വീട്ടിലോട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ കത്തികളാണ്. കത്തി എടുത്തായി കണ്ടോ, വീട്ടിൽ പല തരത്തിലും മെറ്റലിലും ഇതിലൊക്കെ ഇറച്ചി വെട്ടാം. അതേപോലെ തന്നെ നമുക്ക് പച്ചക്കറി ഈ കളിപ്പാട്ടങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കാൻ പ്രത്യേക രസമുണ്ട്. പഴയ ഓർമ്മകളും പിന്നെ അതുപോലെ തന്നെ സൗണ്ടും ഇതൊക്കെ അതൊരു ഫെസ്റ്റിവലിന്റെ ഒരു പ്രത്യേക രീതി. ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് ഈ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരുന്നുണ്ട്. കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ടും ഒരു മാസത്തോളം ഇവിടെ കച്ചവടം ഉണ്ടാവും. പണ്ട് ഒച്ച കൂടുതലാണ്, കേൾക്കാൻ പറ്റത്തില്ല. വേണവാ 240 ഈ പാക്കറ്റ് വരുന്നത് 100. നല്ല ലാഭമാണ്, മേടിക്കാവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും എടപ്പള്ളി പെരുന്നാൾ കഴിഞ്ഞെങ്കിലും ഉത്സവം കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസാണ്. 50 രൂപ മധുര സേവ ഞാൻ എടുക്കണില്ല, ഇപ്പല്ല ഇത്രയായിട്ട് വന്നിട്ട് എടുക്കുള്ളൂ. ബ്ലോഗ് എവിടെ നിന്നാണ്? ആലപ്പുഴ എന്ന് പറയണ കേട്ടോ സുഹൃത്ത്. വേറെ പോപ്കോണും സാധനങ്ങളൊക്കെയാണ് ആലപ്പുഴയിൽ നിന്നും പാലക്കാട് നിന്നൊക്കെയാണ് ഇവിടുത്തെ മിക്ക വ്യാപാരികളും ഇവിടെ വന്ന് കടകൾ ഇത് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ട് പുറത്തുള്ളവരാണ്. പോണത് പുതിയ പള്ളിയിലേക്കാണ്, എടപ്പള്ളി പള്ളിയുടെ പുതിയ പള്ളി. ഇതൊരു 3ാമത്തെ പള്ളിയാണ് കേട്ടോ. ആദ്യത്തെ ഒരു പള്ളി അങ്ങ് അറ്റത്തൊരു ചെറിയ പള്ളിയുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ കയറിയ നേരത്തെ കണ്ട പള്ളി. ഇത് 3ാമത്തെ പള്ളി, അതിഗംഭീരമായിട്ടുള്ള പള്ളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആസ് ആൻ ആർട്ടിസ്റ്റ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തോന്നൂല. കാരണം ആ മാതിരി സ്കൾപ്ചറുകളാണ് അതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം.